ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കപ്പ കൊണ്ടൊരു പപ്പടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരു വീഡിയോ നമുക്ക് കാണാമേ. അതിനുവേണ്ടി ഞാനൊരു 3 കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ച് മാവ് പരുവത്തിലാക്കി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മൾ അതിൽ ചേർക്കണം കേട്ടോ. ഇനി നമുക്കതിൽ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇടാം. അടുത്ത് ജീരകം ഇടാം. ജീരകം ഇട്ടതിന് ശേഷം എള്ളിടാം. പക്ഷേ എൻ്റെ കയ്യിൽ കറുത്ത എള്ളില്ലായിരുന്നു, വെള്ള എള്ളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെള്ള എള്ളാണ് ഞാൻ ഇട്ടത്. എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിന് വേണ്ടി ഇനി ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഈ പാത്രത്തിൽ എനിക്ക് പറ്റിയില്ല, അടുപ്പത്ത് വെച്ച് ചെയ്തപ്പോഴത്തേന് ഈ പാത്രം ശരിയായില്ല. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് കുറുക്കിയെടുത്തത്. അടി പിടിക്കാത്ത രീതിയിൽ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം നമുക്കിത് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ പരുവൊന്ന് നോക്കണം. ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ കളറിന് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ കണ്ട അതുപോലെ ഇരിക്കും. ആ സമയത്ത് നമുക്കതിനെ വാങ്ങി വെച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് ഇട്ട് അതിലേക്ക് ദോശ പരത്തും പോലെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയിട്ട് നല്ല വെയിൽ വേണം ഇതിന്. ഇപ്പോഴത്തെ വെയിൽ നല്ല വെയിലായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്. അങ്ങനെ എല്ലാം നമുക്ക് ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കാം. കണ്ട പപ്പടം പൊരിയും പോലെ തന്നെ എല്ലാം പൊരിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മരിച്ചിനി പപ്പടം, കപ്പയെന്നും പറയും, ഇവിടെ മരിച്ചിനി എന്നും പറയും. അങ്ങനെ നമ്മുടെ കപ്പ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.